ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ നന്നാരി സർബത്ത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായി പറമ്പിൽ നിന്ന് നന്നാരികളുടെ വേരുകൾ പറിച്ചെടുക്കാം. അങ്ങനെ ഒരുപാട് വേരുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒരു പാത്രം ചൂടാക്കിയെടുക്കാം. ഈ നന്നാരി ഒന്ന് ചതച്ചെടുക്കാം. ഇതിനായി 2 മുട്ടകളുടെ വെള്ള ആവശ്യമുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും. അങ്ങനെ പാത്രം ചൂടായി വന്നപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. വേറെ ഒന്നും കളർ ചേർക്കാത്തതിനാൽ പഞ്ചസാര നല്ലോണം മെൽറ്റായി വരണം. ഇത് മെൽറ്റാവുമ്പോൾ നല്ലോണം ബ്രൗണിഷ് കളറായി മാറും. അങ്ങനെ കുറച്ച് പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് കളറാക്കി എടുക്കാം. അങ്ങനെ പഞ്ചസാര നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ബ്രൗണിഷ് കളറായി മാറിയിട്ടുണ്ട്. നല്ലോണം നമുക്ക് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചതച്ചു വെച്ച നന്നാരികളുടെ വേരുകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പാത്രത്തിൻ്റെ മേൽഭാഗം വരെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് മുട്ടകളുടെ വെള്ള ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നന്നാരി സർബത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അങ്ങനെ നന്നാരി സർബത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാൻ വെക്കാം. അങ്ങനെ ഇത് ഒരു കുപ്പിയിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.